നമ്മൾ പറഞ്ഞ പോലെ 4 മണിയോടുകൂടി ഇലക്ഷൻ കമ്മീഷന്റെ വാർത്താ സമ്മേളനം, അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് പിന്നെ പ്രതീക്ഷിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ പ്രത്യേകിച്ച് CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടിക ഗോവിന്ദൻ മാഷിന്റെ വാർത്താ സമ്മേളനം വരുന്ന സമയമാണ്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ പറയാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ പെട്ടെന്ന് തന്നെയുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. ഇരുകൂട്ടരും പറഞ്ഞിരുന്നതാണ്. ആ പ്രഖ്യാപനം ഇപ്പോൾ ആദ്യം ഇടതുമുന്നണിയുടെ പ്രത്യേകിച്ച് CPIM-ന്റെ നടക്കും എന്നുള്ളതാണ്. അർജുനുണ്ട് അർജുൻ, അതായത് ഈ ഗോവിന്ദൻ മാഷ് വാർത്താ സമ്മേളനം നടത്തും 5 മണിക്ക്. ഈ നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ വാർത്താ സമ്മേളനം കഴിയുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ അദ്ദേഹം വന്നിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം 5 മണിക്ക് തന്നെ കൃത്യമായിട്ട് 4 മണിക്ക് തീരാൻ സാധ്യതയില്ല. പക്ഷേ ഈ സ്ഥാനാർത്ഥി ലിസ്റ്റെല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഭദ്രമാണല്ലോ, അല്ലേ? വായിച്ചാൽ മാത്രം മതി. അതിപ്പോൾ CPM-ന്റെയും CPI-യുടെയും പേരുകളെല്ലാം ഓക്കെയാണ്. പക്ഷേ മറ്റ് ഘടകകക്ഷികളുടെ സ്ഥാനാർത്ഥികളുടെ പട്ടിക കൂടെ സുസജ്ജമായിട്ട് അവരുടെ കൈവശമായി കഴിഞ്ഞോ? ഇന്നത് പ്രഖ്യാപനം ഉണ്ടാകുമോ? സനീഷ്, CPM-ന്റെയും CPI-യുടെയും സ്ഥാനാർത്ഥി പട്ടിക ഏറെക്കുറെ പൂർണ്ണമാണ്. അത് സനീഷ് പറഞ്ഞതുപോലെ തന്നെ പ്രഖ്യാപിച്ചാൽ മാത്രം മതി എന്ന നിലയിലേക്ക് വരുന്നുണ്ട്. പാലക്കാട് മണ്ഡലത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോഴും പുറത്തേക്ക് എന്താണ് CPIM ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകാത്തത്. അവിടെ P സരിനോ അല്ലെങ്കിൽ ഒരു സ്വതന്ത്രനോ വരും എന്നുള്ളതാണ് CPM ഇപ്പോഴും പറയുന്നത്. അതല്ലാതെ CPM-ന് ഉറച്ച വിജയസാധ്യതയുള്ള ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്ന ഇടങ്ങളിലൊക്കെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിട്ടുണ്ട്. പ്രഖ്യാപിച്ചാൽ മാത്രം മതി. അതേ CPI-യുടെ കാര്യത്തിലും അതിന് സമാനമാണ്. 4 മന്ത്രിമാർ സിറ്റിംഗ് മണ്ഡലത്തിൽ തന്നെ മത്സരത്തിനിറങ്ങുന്നു. 6 വട്ടം 6 MLA-മാർ 3 ടേം പൂർത്തിയാക്കിയ ആളുകൾ മാറി അവിടെ പുതിയ സ്ഥാനാർത്ഥികൾ വരുന്നു. മറ്റിടങ്ങളിൽ ഉള്ള സ്ഥാനാർത്ഥികൾ ഏതെങ്കിലും തരത്തിൽ തർക്കങ്ങളില്ലാതെ നിശ്ചയിക്കപ്പെടുന്നു. ഇതിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് നാട്ടിക മണ്ഡലത്തിൽ മാത്രമാണ്. അവിടെ CC മുകുന്ദൻ ഉയർത്തിയിട്ടുള്ള കലാപക്കൊടി, പക്ഷേ അതിനെ പോലും പരിഗണിക്കാതെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി അതിൽ തീരുമാനിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞു. മാറ്റങ്ങളില്ല എന്നുള്ള നിലയിലേക്ക് CPI-യും എത്തിയിട്ടുണ്ട്. അതേസമയത്ത് കേരള കോൺഗ്രസ് M അവർ 12 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്, കഴിഞ്ഞ തവണ മത്സരിച്ച ഇടങ്ങളിൽ തന്നെ. പക്ഷേ അവിടെ ചില സീറ്റുകളിൽ ഇപ്പോഴും ഒരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ ഒരു വ്യക്തതയില്ലായ്മ ഉണ്ട് എന്ന് വേണ്ടി പറയേണ്ടി വരും. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് പാലാ സീറ്റിലാണ്. ജോസ് കെ മാണി തന്നെ പാലാ സീറ്റിൽ മത്സരത്തിനിറങ്ങുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത അല്ലെങ്കിൽ സ്ഥിരീകരണം പാർട്ടി വരുത്തുന്നില്ല. അതേസമയത്ത് ജോസ് കെ മാണി 4:30 മാധ്യമങ്ങളെ കാണും. ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ ജോസ് കെ മാണിയും അവരുടെ സീറ്റ് പ്രഖ്യാപിക്കാൻ മാധ്യമങ്ങളെ കാണും എന്നുള്ളതാണ് അറിയുന്നത്. അവിടെ നിന്ന് സൂചന ലഭിക്കുന്നത് പ്രകാരം പാലായിൽ ജോസ് കെ മാണി തന്നെ മത്സരരംഗത്തേക്ക് എത്തും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതേസമയത്ത് പെരുമ്പാവൂർ സീറ്റ് അവർ കഴിഞ്ഞ വട്ടം മത്സരിച്ച സീറ്റാണ്. ആ സീറ്റ് CPIM ആവശ്യപ്പെട്ടതുമാണ്. അവിടെ സാജു പോളിനെ നിർത്തി അവിടെ വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ CPM-നുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണയും കുറച്ച് വോട്ടുകൾക്ക് മാത്രമാണ് പെരുമ്പാവൂരിൽ കേരള കോൺഗ്രസ് M തോറ്റത്. അതുകൊണ്ട് തന്നെ ആ സീറ്റ് വിട്ടുകൊടുക്കാൻ അവർ തയ്യാറായിട്ടില്ല. പക്ഷേ അവിടെ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിലും സ്ഥിരീകരണത്തിലേക്ക് കേരള കോൺഗ്രസ് M എത്തിയിട്ടില്ല. അതിനു പുറമെ കടുത്തുരുത്തി മണ്ഡലത്തിലും സമാനമായിട്ടുള്ള ഒരു ആശയക്കുഴപ്പം കേരള കോൺഗ്രസ് M-ൽ ഉണ്ട് എന്ന് പറയേണ്ടി വരും. സ്റ്റീഫൻ ജോർജാണോ അതോ വേറൊരാൾ അവിടെ സ്ഥാനാർത്ഥിയാകുമോ എന്നുള്ള കാര്യത്തിലും സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ ജോസ് കെ മാണിയുടെ കയ്യിൽ അതിൻ്റെ ലിസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ അത് പ്രഖ്യാപിക്കുകയും ചെയ്യും. മറ്റിടങ്ങളിൽ നേരത്തെ MLA-മാരായിരുന്ന ആളുകൾ തന്നെ സ്ഥാനാർത്ഥികളാകാനുള്ള സാധ്യത അതുപോലെ തന്നെ തുടരുന്നു. മറ്റൊന്ന് NCP-യുടെ കാര്യമാണ്. NCP-യും സമാനമായിട്ടുള്ള പ്രതിസന്ധി ഇപ്പോഴും നേരിടുന്നുണ്ട്. അത് ഒന്ന് എലത്തൂർ മണ്ഡലത്തിലാണ്. അവിടെ ഈ AK ശശീന്ദ്രൻ സ്ഥാനാർത്ഥിയാകണമെന്ന ആവശ്യത്തിൽ നിൽക്കുന്നു. മുക്കം മുഹമ്മദിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് മറ്റ് നേതാക്കളൊക്കെ ആവശ്യപ്പെടുന്ന സാഹചര്യം. അവിടെയും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഒരു പക്ഷേ NCP-യുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. പ്രധാനപ്പെട്ട പാർട്ടികൾ അല്ലെങ്കിൽ അവരുടെ ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്ന CPIM-ഉം CPI-യും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. 4:30-ക്കാണ് ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കാണുന്നത്. 25 സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥി ലിസ്റ്റ് തയ്യാറാണ്. 5 മണിക്ക് MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണും. കഴിഞ്ഞ വട്ടം 86 സീറ്റുകളാണ് സ്വതന്ത്രരുടെ ഉൾപ്പെടെ CPI മത്സരിച്ചത്. അതിൽ 67 സീറ്റിൽ വിജയിക്കാൻ കഴിഞ്ഞതിൻ്റെ ആത്മവിശ്വാസം ണ്ട്. അതുകൊണ്ടാണ് 50. ഓക്കെ, ശരി അർജുൻ.